അപ്പോൾ ഒരു ബഡ്ജറ്റ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു പോണ്ടിച്ചേരി ഗൈസ്. അപ്പം ഞങ്ങൾ പോണ്ടിച്ചേരി പോയി ഒരു 2 days ചിൽ ചെയ്തിട്ട് വിൽ ബി റീച്ച്ഡ്. ആൻഡ് എത്തിയെങ്കിലും പോണ്ടിച്ചേരിയിൽ ഒരു സ്റ്റേ കണ്ടുപിടിക്കാൻ ഞങ്ങൾ വളരെയധികം ടൈം എടുത്തു. അത് സ്റ്റേയുടെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണോ വീക്കെൻഡിൻ്റെ പ്രശ്നമാണോ നമുക്കറിയത്തില്ല. എന്താണെങ്കിലും കുറേ സമയം എടുത്ത് ഫൈനലി വി ഫൗണ്ട് ഡേ 2. ഡേ 2 ഇന്നാണ് ശരിക്കും ഡേ 1. പോണ്ടിച്ചേരി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആയിരിക്കും, എവിടെയൊക്കെ പോകുന്നൊക്കെ. പ്ലാൻ അനുസരിച്ച് പോകുന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. എനിവേസ് നമ്മൾ കാർ മാറ്റി നമ്മളൊരു വി ഗോട്ട് 2-wheeler ഫോർ റെൻറ്റ്. ഇവിടെ നോക്ക് ഹൈബറി. അപ്പോൾ അങ്ങനെ വി ആർ സ്റ്റാർട്ടിങ് ടുഡേസ് തിങ്സ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണ്? ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ്. അപ്പോൾ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ് ചെന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ് വി ആറ്റ്. What have you ordered? I don't know, bro. What do you mean I don't know? What are you eating now? It looked good. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ നമ്മളൊരു ചർച്ചിലേക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദാഹം മാറ്റാൻ ഒരു കഫേ കയറി കുറച്ച് നേരം കുടിച്ചു. നെക്സ്റ്റ് തിങ് വാസ് ദ വൈറ്റ് ടൗൺ. വൈറ്റ് ടൗൺ ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കേട്ട് നോക്കിക്കേ, അപ്പം എന്തായാലും ഓർമ്മ വരും. അങ്ങനെ പോകുമ്പോഴായി ഈ ഒരു 100 rupees ബാഗ്, 100 അല്ല, വെറൈറ്റീസ് ഓഫ് ബാഗ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ഒരെണ്ണം എടുത്താലോ എന്നൊരാഗ്രഹം. അങ്ങനെ അവിടെ നിന്ന് അതൊരെണ്ണം എടുത്ത് പിന്നെ നടപ്പ് കണ്ടിന്യൂ ചെയ്തു. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ടൗൺ. പിന്നെ ദിസ് ഈസ് ദ സ്റ്റാർബക്സ്. ഇറ്റ്സ് എ വെരി ഫേമസ് പ്ലേസ് ഇൻ പോണ്ടിച്ചേരി, വൈറ്റ് ടൗൺ. അങ്ങനെ നമ്മൾ നടന്ന് പ്രോമനാഡ് ബീച്ച് എത്തി. പേര് പോലെ തന്നെ പ്രോമനാഡ് അല്ലെ, നടക്കാനായിട്ട് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം നടന്നു. പിന്നെ കുറേ നേരം നമ്മൾ ബീച്ച് നോക്കിയിരുന്നു. കടലിൻ്റെ ഒച്ചപ്പാടും ഈ ബീച്ചിൻ്റെ ആ ഒരു ഭയങ്കര സൂതിങ് ആയിട്ടുള്ളൊരു നോയ്സും ഒക്കെ കേട്ട് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ നേരം കുറേ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. പിന്നെ കുറേ നേരം കടന്നു നോക്കി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നടപ്പങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അന്നേരമാണ് നമ്മൾ വൺ ഓഫ് ദി ഫേമസ് സ്പോട്ട്സ് ഇൻ പോണ്ടിച്ചേരി ആയ ബേക്കർ സ്ട്രീറ്റ് ഒക്കെ കാണുന്നത്. സോ ഇതൊക്കെ വിസിറ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഹീറ്റിനൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കുറേ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തോന്നും. അപ്പം അങ്ങനെ കുടിക്കാനായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കയറുകയും ഇങ്ങനെ കുറേ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഒരു കഫേയിൽ വീണ്ടും കുടിക്കാൻ എന്തെങ്കിലും നോക്കി ചെന്നപ്പോഴാണ് ഈ ഒരു ഫോട്ടോ കണ്ടത്. ഇറ്റ് ഷോസ് ദി ഓൾഡ് പോണ്ടിച്ചേരി. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. ദിസ് ഇസ് ദി റോക്ക് ബീച്ച്. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു ടൂറിസം എക്സിബിഷൻ നടക്കുന്നതായിട്ട് കണ്ടത്. നമ്മൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. 3 PM അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളവിടെ ഉച്ചയ്ക്ക് മുന്നെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് സെറ്റപ്പായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അതുകൊണ്ട് നമുക്ക് കുറേ സ്റ്റോൾസ് ഒന്നും കാണാൻ പറ്റിയില്ല. ഒരു കുറച്ച് സ്റ്റോളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവിടുത്തെ മഹാത്മാഗാന്ധി സ്റ്റാച്ചു കണ്ടു. അങ്ങനെ നമ്മളിപ്പോൾ നടക്കുന്നത് നമ്മുടെ ഓൾഡ് ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്കാണ്. സുബി ഇങ്ങനെ പണ്ട് പോണ്ടിച്ചേരി വന്ന മെമ്മറിയൊക്കെ പറയായിരുന്നു. പണ്ട് ഇതിലേക്കൂടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റായിരുന്നു, നമ്മൾ അതിലേക്കൂടെ വണ്ടിയും കൊണ്ടൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെ നമ്മൾ രണ്ടുപേരും വീണ്ടും കഥ പറഞ്ഞു നടപ്പ് കണ്ടിന്യൂ ചെയ്തു. So now we are heading towards the Golden Lighthouse. വിവരക്കേട് പറയാതെ സ്ത്രീയെ. അല്ല, ഗോൾഡൻ ലൈറ്റ് ഹൗസ്, ഓൾഡ് ലൈറ്റ് ഹൗസ്. അങ്ങനെ ഓൾഡ് ലൈറ്റ് ഹൗസ് ഒക്കെ കണ്ട് നമ്മൾ അടുത്ത് നേരെ വണ്ടി എടുത്ത് പോകുന്നത് പാരഡൈസ് ബീച്ചിലോട്ടാണ്. പാരഡൈസ് ബീച്ചിലാണ് നമുക്ക് കുറച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റുന്ന ഒരു ബീച്ച്. അപ്പോൾ പാരഡൈസ് ബീച്ചിലോട്ട് നമുക്ക് അങ്ങനെ നേരെ പോകാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ ചുനമ്പൂർ ബീച്ച് ഹൗസിൽ പോയി. ബീച്ച് ഹൗസിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരു ബോട്ട് റൈഡ് ഉണ്ട്. അതായത് ബാക്ക് വാട്ടേഴ്സ് കൂടെ നമ്മളൊരു ബോട്ട് റൈഡിന് ശേഷമാണ് നമ്മൾ ബീച്ച് എത്തുന്നത്. അങ്ങനെ നമ്മൾ ചുനമ്പൂർ ബോട്ട് ഹൗസിൽ എൻ്റർ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ നമ്മൾ ടിക്കറ്റ് എടുക്കണം. സോ ഇഷ്ടംമാതിരി പേര് ക്യൂവിലുണ്ടായിരുന്നു. നല്ല ലോങ് ക്യൂ ആയിരുന്നു, നല്ല ഹീറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു.
അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. കുറച്ച് പേർക്ക് അറ്റ് എ ടൈം ഇത്ര ഒരു സ്മോൾ നമ്പർ ഓഫ് പീപ്പിളിനെ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ബോട്ട് വന്ന് ബോട്ടിൽ കയറി. അപ്പം നമുക്ക് ഈ ബീച്ച് എക്സ്പീരിയൻസിൻ്റെ കൂടെ തന്നെ ഒരു ബോട്ട് എക്സ്പീരിയൻസും കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ ആ ബോട്ടിൽ പോകുമ്പം ഐ മെറ്റ് ദിസ് ഗേൾ ഹു വാസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. പുള്ളിക്കാരി ഒറ്റയ്ക്ക് വന്നതാണെന്ന് തോന്നുന്നു ഈ ഒരു ട്രിപ്പിന്. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം someone like me who cannot or finds it difficult to travel alone, seeing her was a very different experience. അങ്ങനെ നമ്മൾ എത്താറായി. നമുക്ക് ദൂരെ അവിടെ ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തോ ലോ ടൈഡോ അങ്ങനെ എങ്ങാണ്ടായിട്ട് പെട്ടെന്ന് നമുക്ക് ബോട്ട് അങ്ങോട്ട് അടുപ്പിച്ചില്ല. കുറച്ച് റൗണ്ട് ഒക്കെ അടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തിയത്. പിന്നെ നമ്മൾ ഇറങ്ങി. നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ ആട്ടോ നടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടത്. അപ്പം വെള്ളം കണ്ടാൽ പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടില്ല. ഞാനപ്പോഴേക്കും ഇറങ്ങി ചെരുപ്പൊക്കെ ഊരി. നമുക്ക് ആ ഒരു വെള്ളത്തിലും മണ്ണിലൊക്കെ കാല് തൊട്ടാൽ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ആൻഡ് എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് ബീച്ച് കാണണം, വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങണം എന്നുള്ള ഇതിലായിരുന്നു. ബീച്ചിലെത്തിയപ്പോഴാണ് ഐ സോ ദിസ്. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ വ്യൂ ടു സീ. ഒരു ട്വിൻസ് ആയിരുന്നു ഒരു വെള്ളത്തിലിരുന്ന് കളിക്കുന്നതല്ലേ. ഞങ്ങൾ വെള്ളത്തിലിറങ്ങിയതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ രണ്ടുപേര് മാത്രമല്ലായിരുന്നു. അപ്പം നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 3-4 hours എങ്ങാണ്ട് വെള്ളത്തിൽ കളിച്ച് ടയേർഡായി ഞങ്ങളിതേ തിരിച്ച് പോകുന്ന സീനാണ് ഈ കാണുന്നത്. ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അവർ ടൈം കഴിഞ്ഞു, ലാസ്റ്റ് ബോട്ട് ഇപ്പോൾ പോകും, അതിന് മുന്നേ വേഗം കയറിക്കോ എന്ന് പറഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾ ശരിക്കും വെള്ളത്തിൽ നിന്ന് തിരിച്ച് കയറിയത്. അങ്ങനെ നമ്മൾ നടന്ന് ലാസ്റ്റ് ബോട്ട് പിടിച്ചു. തിരിച്ചു പോകുമ്പോഴത്തേക്കും സൺസെറ്റായി. അപ്പം ലാസ്റ്റ് ബോട്ട് ആയതുകൊണ്ട് തന്നെ ആ ബീച്ചിലെ ബാക്കി അവിടെയുള്ള കാര്യങ്ങളുടെ സ്റ്റാഫും ഞങ്ങളുടെ അതേ ബോട്ടിൽ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബോട്ട് ഫുള്ളായിരുന്നു. നമുക്ക് ശരിക്കും പേടിയായി ബോട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ. പക്ഷെ അവർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നല്ല ചില്ലായിട്ടിരുന്ന് അവരന്നത്തെ ദിവസത്തിനെ പറ്റിയൊക്കെ സംസാരിച്ച് അവരെല്ലാവരുടെയും കൂടെ നല്ല ചിൽ വൈബ്സ് ആയിട്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും ഈ ബാക്ക് വാട്ടേഴ്സിൽ കണ്ടു. അവിടുന്ന് വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴല്ലേ വിശപ്പിൻ്റെ വിളി അങ്ങോട്ട് വന്നത്. വണ്ടി എടുത്ത് നേരെ വിട്ടു. ഞങ്ങൾ തപ്പിപ്പോയ റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അവസാനം വഴി കണ്ട് ഒരു സ്ഥലത്ത് കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോഴാണേലോ അവിടെ മറ്റേ ഫിഷ് എക്സ്പോ എങ്ങാണ്ടുള്ള പോലെയാണ്. അവിടെ ചെന്ന് അവർ നമുക്ക് ഫിഷിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തന്നു. ഹായ് ഗൈസ്, അപ്പം നമ്മൾ പാരഡൈസ് ബീച്ചിൽ നിന്ന് ഇറങ്ങി. പാരഡൈസ് ബീച്ചിൽ നല്ലോണം വെള്ളത്തിൽ കളിച്ച് ഉച്ചയ്ക്ക് ലഞ്ചും കഴിക്കാണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ മാത്രം നിന്ന് ഇപ്പോൾ വിശന്ന് വരുന്ന അവസ്ഥയായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇപ്പം സാധാരണ നമ്മളിവിടെ റിവ്യൂ ഒക്കെ നോക്കി അന്വേഷിച്ച് എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ ഒക്കെ കണ്ട് എൻ്റെ യൂട്യൂബ് റിവ്യൂ ഒക്കെ കേട്ട് എന്നിട്ടാണ് നമ്മൾ സാധാരണ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ വിശന്നപ്പെട്ട ആരടങ്ങി തലയൊക്കെ വേദന എടുത്ത് കണ്ണതും കാണാൻ പറ്റാണ്ടായപ്പോൾ നമ്മൾ കണ്ട ഒരു സ്ഥലത്ത് കയറാണ്. എന്നിട്ട് തൽക്കാലത്തേക്ക് ഒരു ഫിഷ് ബിരിയാണി പറഞ്ഞു നമ്മൾ പേ ചെയ്യാം. അത് കഴിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ഡിന്നർ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. സോ ബി വാട്ട് യു സേ. അത് കഴിഞ്ഞ് നമ്മൾ അന്വേഷിച്ച് പിടിച്ച് ഒന്ന് ഫ്രഷൊക്കെ ആയി വന്ന് ഒന്ന് കാമായിട്ടുണ്ട്. വിൽ ഹാവ് എ ഡീറ്റെയിൽഡ് ഡിന്നർ. അപ്പം ഞാൻ ഫിഷ് ബിരിയാണി വരുമ്പോൾ കാണിച്ചു തരാം. അതിന് മുന്നേ ഇവർ കൊണ്ട് വലിയ എക്സ്പ്ലനേഷനൊക്കെ തന്നു ഫിഷിനെ പറ്റി. കണ്ട് എനിക്ക് പ്രാന്തൊടിച്ചു. ഫിഷ് ബിരിയാണി വരുമ്പോൾ ഫിഷ് ബിരിയാണി വന്നു ഗൈസ്. ഞാൻ പ്രാന്തൊടിച്ചിരിക്കുന്നുണ്ട്. സോ ബി ഡിസൈഡഡ് ഇമ്മീഡിയറ്റ്ലി എടുത്ത് വിളമ്പേക്കാന്ന്. ഡോണ്ട് വേസ്റ്റ് ടൈം എന്നൊക്കെ. അപ്പം ഞാൻ ഫിഷ് ബിരിയാണി കഴിച്ചിട്ട് ഐ വിൽ ബി ബാക്ക്. അങ്ങനെ ഫിഷ് ബിരിയാണി അകത്താക്കി ഫ്രഷ് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ നമ്മൾ നേരെ റൂമിലോട്ട് വിട്ടു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിന്നത് ഓറോവിലിനായതുകൊണ്ട് പോണ്ടിച്ചേരി സിറ്റിയിൽ നിന്ന് നമ്മൾ വി ഹാഡ് ടു ഗോ ടു ദി ഓറോവിൽ സൈഡ്. അവിടെ എത്തി ഒന്ന് വേഗം കുളിച്ച് ഫ്രഷായി. ഈ മണ്ണ് മേത്തിൽ ഇരുന്നാൽ പ്രശ്നമുള്ള ഒരാളാണ് സുബി. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ചെന്ന് ഫ്രഷായി നമ്മൾ ഡിന്നർ കഴിക്കാൻ ഈ കഫേ 73 പോയി. ഇറ്റ് വാസ് എ മോട്ടോ തീംഡ് ഓർ ലൈക്ക് എ ബൈക്ക് തീംഡ് കഫേ. നമ്മൾ ഫസ്റ്റ് ഡേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹിബിസ്കസ് സോഡയായിരുന്നു നമുക്ക് ഹൈലൈറ്റ്. അന്ന് തൊട്ട് പോകുന്ന അന്ന് വരെ എനിക്കൊന്ന് സുബി ഒരു 7-8 സോഡ കുടിച്ചിട്ടുണ്ട്. ഫുഡും വളരെ നല്ലതായിരുന്നു. ഒരു ഇൻഡോ ഫ്രഞ്ച് കോമ്പിനേഷൻ പോലെ. ഡേറ്റ് ഭയങ്കര പരിപാടിയൊന്നുമില്ല. രാവിലെ സൺഡേ ആണ്. സോ രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പള്ളിയിൽ പോകാന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബാക്ക് ഇറ്റ്.
അപ്പോൾ ഇന്നത്തെ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ് വാസ് നൈസ്. വി ട്രൈഡ് സം റിയലി സ്വീറ്റ് ഡിഷസ്. സ്വീറ്റ് ടൂത്ത് ഉള്ള എനിക്ക് അടിപൊളിയായിരുന്നു. സുബിക്ക് സ്വീറ്റ് ടൂത്ത് കുറച്ച് കുറവായതുകൊണ്ട് സ്വീറ്റ് ഐറ്റംസ് കുറച്ചും കൂടി സെറ്റ് ആയിട്ട് ഡിഫറെന്റ് ഇപ്രാവശ്യം. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് കൂടെ ബോഡി മോഡൽ I know that's a chocolate croissant. I think chocolate brownie. Yeah, chocolate brownie croissant. And that's an egg toast. And their signature hot chocolate. Yeah, that's a dog. It's okay. സോ ദാറ്റ്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇനി ഒരു ഡ്രിങ്കും കൂടെ കഴിയുന്നുണ്ട്. അങ്ങനെ എന്താണേലും നമുക്കൊരു കാര്യം ചെയ്യാം. ബൈ ദ വേ, ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ വിത്ത് ലൊക്കേഷൻ നമ്മള് ആരുടെ പ്രൊഫൈലിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും? Your profile. പ്രൊഫൈൽ ഭയങ്കര ഷുവർ. Yeah. ഏതേലും ഒന്നെങ്കിൽ ആനലിസയുടെ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഫോർ ഷുവർ നമ്മൾ ലൊക്കേഷൻ ഡീറ്റെയിൽസും ഫുഡിന്റെ ഡീറ്റെയിൽസും ഇട്ടിട്ട് നമ്മൾ വാട്ട് വി ഏറ്റ് ഇൻ പോണ്ടിച്ചേരി എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ അധികം ഡിലേ ഇല്ല, നമ്മൾ ഫുഡ് കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത whatever is the next scene ഓക്കെ. പണ്ടൊക്കെ വിശക്കുമ്പം വിശപ്പ് മാറ്റാനായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു ഞാനും ഫുഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കല്യാണത്തിന് ശേഷം സുബി ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്ന കണ്ടാണ് ഞാനും ഇപ്പം മെല്ലെ മെല്ലെ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പഠിച്ചത്. സുബിക്ക് ഒരു തിയറി ഉണ്ട്, ഫുഡ് കഴിക്കുമ്പം അതങ്ങ് എൻജോയ് ചെയ്ത് അതിൻ്റെ എല്ലാ ബിറ്റ് ഓഫ് ഫ്ലേവറും അറിഞ്ഞ് ഫീൽ ചെയ്ത് കഴിക്കുക എന്നുള്ളത്. നോ മാറ്റർ വെയർ വി ആർ, വെദർ വി ആർ ഇൻ പബ്ലിക് ഓർ വി ആർ അറ്റ് ഹോം, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന പോലെ കഴിക്കുക. ചുറ്റുമുള്ളവരെ ഒന്നും മൈൻഡ് ആക്കണ്ട. ഇറ്റ്സ് ഓൺലി ബിറ്റ്വീൻ മീ ആൻഡ് ആർ ഫുഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. And that was something which was very, very interesting and something which I learned from him. Now, ഞാനും ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയാണ് വിചാരിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വിട്ട് ഞാനും വളരെയധികം എൻജോയ് ചെയ്ത് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പം അവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്റ്റോർ കണ്ടത്. വെറൈറ്റി ഐറ്റംസ്, ബ്രെഡ്സ്, ചോക്ലേറ്റ്, ജാംസ്, ജെല്ലീസ്, സ്പൈസസ്, ഇഷ്ടംമാതിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ബാഗ് ചോക്ലേറ്റും വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ പരിപാടി ചെറിയൊരു ഫ്ലോപ്പ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഉള്ളൊരു മൂന്ന് പള്ളിയിൽ പോയി നോക്കി. ഒരു പള്ളിയിലൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചു. എല്ലായിടത്തും കുർബാനയുടെ ടൈമിങ് തീർന്നു പോയി. ഓൺലൈൻ കാണിക്കുന്നത് ഒരു സാധനമാണ്, അത് ഉദ്ദേശിച്ച് നമ്മൾ പോയത് ഈ പള്ളികളിലൊക്കെ. പക്ഷേ ഓഫ്ലൈൻ ചെല്ലുമ്പം അവിടെ അങ്ങനത്തെ ഒരു കുർബാന ഇല്ല, കഴിഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ കുർബാന ഇനി ബാംഗ്ലൂർ എത്തിയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളിനി ബാക്കി പരിപാടിയൊന്നും നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ബാംഗ്ലൂർ പിടിക്കാം എന്നോർത്തു. ബിഫോർ വി ലീവ് വി തോട്ട്, ഇപ്പം പറയുമ്പോൾ കുഴപ്പമില്ല, വ്ളോഗ് വരുമ്പോഴത്തേക്ക് ഇവർക്ക് സാധനം കിട്ടി കാണില്ല. വി ആർ ട്രൈങ് ടു ഗെറ്റ് എന്തെങ്കിലും ഒരു സുവിനിയർ ഫോർ അപ്പു ആൻഡ് ആശ. അപ്പോൾ അതിന് വി കം ബാക്ക് ടു ഓറോവില്ലിൽ കുറച്ച് നൈസ് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വാക്കിംഗ് ഇൻ ദി ഈവനിങ്സ് ആൻഡ് ഓൾ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നേ ഉണ്ടായിരുന്നു ഇൻ ദ മോർണിംഗ്. പക്ഷെ നമ്മൾ ഓർത്തെ മാസമൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വരുമ്പം വാങ്ങിക്കാമെന്നാണ്, പക്ഷെ നടന്നില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓർത്തു എന്തായാലും നമ്മൾ വി ആർ ലീവിങ്, അപ്പം വന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചിട്ട് വിൽ ഗോ. അപ്പോൾ വി ഹവ് കം, ഐ വിൽ ഷോ യു വെൻ വി ആർ ട്രൈങ് ടു പിക്ക് സംതിങ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ സുവിനിയർ ബുക്സ് ആൻഡ് തിങ്സ്. അപ്പോൾ ഇത് നമ്മൾ നോക്കി വെച്ച ഒരു പ്ലേസ് ആയിരുന്നു. സോ വി ആർ ഗോയിങ് ദെയർ ടു സീ ഇഫ് വി ക്യാൻ ഫൈൻഡ് സംതിങ്. ആശ എന്തായാലും ഒരു ബുക്ക് കിട്ടാനായിട്ട് ഷീൽ ബി മച്ച് മോർ ഹാപ്പിയർ. അപ്പം ഞാൻ നോക്കി അവിടെ ചെന്നിട്ടേ അവിടെ ചെന്ന് നമ്മൾ കുറേ നോക്കിയ ബുക്സൊക്കെ എല്ലാം ഈ കുഞ്ഞു പിള്ളേർക്കുള്ള ബുക്സാണ്, സംതിങ് ലൈക്ക് ബിലോ 15 years. അങ്ങനെ നോക്കി അവസാനം വി ലാൻഡഡ് അപ്പോൺ എ ഫ്യൂ ഡയറീസ്. അങ്ങനെ അവിടുന്ന് ഒരു കുഞ്ഞ് പോക്കറ്റ് ഡയറി, ബിക്കോസ് ഷീ മേക്സ് എ ലോട്ട് ഓഫ് നോട്ട്സ് ആൻഡ് ലിസ്റ്റ്. അപ്പോൾ അവർക്ക് ഈ ഡയറി നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നി. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് പോക്കറ്റ് ഡയറിയും പിക്കപ്പ് ചെയ്ത്. വേറെ നമ്മൾ കുറേ നോക്കിയെങ്കിലും നമുക്കങ്ങനെ പറ്റുന്നൊരു സാധനം കിട്ടിയില്ല.
അങ്ങനെ ആ ഡയറി തന്നെ പിക്കപ്പ് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. എനിക്കിത് ഇറ്റ്സ് വെരി നൈസ്. ഐ എം നോട്ട് ദാറ്റ് ടോൾ, സോ ഇറ്റ്സ് ഓക്കെ. നമ്മളിതൊരു ഇതൊരു സൈക്ക് സ്റ്റെയർ ആയിരുന്നു ഗൈസ്. ഐ ഷോ യു ഹൗ ഇറ്റ് ലുക്സ്. ഇറ്റ് ലുക്സ് ലൈക്ക് ദാറ്റ്. ലൈക്ക് ദിസ് ഓൾസോ ഫോർ ആശ. കുറേ ബുക്സും കുറേ ബുക്ക് മാർക്കും കളക്ട് ചെയ്യുന്ന. സോ ഐ ഗോട്ട് സംതിങ് ലൈക്ക് ദിസ് ഫോർ ഹർ. അവിടെ കുറച്ചുകൂടെ കളക്ഷൻ കണ്ടുപോലെ തോന്നുന്നില്ലേ? മറ്റേ ചെരുപ്പം ഒരു റൗണ്ട് കഴിഞ്ഞു. അടുത്ത ഐറ്റം നോക്കണം. ഞാൻ ഫ്രെയിമിലാണോ എന്ന് പോലും എനിക്ക് അറിയുന്നില്ല. ഇത് എടുത്തോണ്ട് ഞാൻ നടക്കും. നിലത്ത് നോക്കണം, വണ്ടി വരുന്നത് നോക്കണം, പിന്നെ വ്ളോഗ് നോക്കണം. അപ്പം നോക്കട്ടെ അടുത്ത ഐറ്റം എവിടാണ് എന്താണെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ വന്നേക്കുന്ന എവിടെയാണ് ഗൈസ്? ആദ്യത്തെ ഫുഡ് ചെരുപ്പുകൾ ചെയ്ത് തരുന്നത് കാണാൻ കൊള്ളാം. ഇവിടെയല്ല സ്ഥലം. ചെരുപ്പ് വാങ്ങിക്കേണ്ട സ്ഥലം എവിടെയാണ്? മുന്നിലാ, കുറച്ചുകൂടെ മുന്നില. അങ്ങോട്ടേക്ക് നടക്കുക. നല്ല വെയിലുണ്ട്. ഇതാണോ അവസാനം എത്തി ഗൈസ്? പടപടയും ചെയ്ത് തരുന്നപ്പോഴാണ് അല്ലേ? എത്ര മിനിറ്റ് എടുക്കുന്നു? 5 മിനിറ്റ്സിൽ ചെയ്ത് തരും. എടുത്തേക്കുന്ന ഒരു സാധനം ഇതാണ്. ദാറ്റ് ഇനി ഒരെണ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. എന്നിട്ട് ഐ വിൽ ഷോ യു വാട്ട് ഹീസ് ഡൂയിങ്. ഇതൊന്ന് പിടിച്ചിട്ട് ആണോ ഇത് ഞാൻ കാണിച്ചു തരാം. இல்ல கரெக்டா இருக்கு. லூஸ் இருக்கா? ஓகே. ആള് നമ്മളോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ചെരുപ്പുകൾ ഇമ്മീഡിയറ്റ്ലി ആള് ഫിക്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ പോലെ ആള് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ബേസാണ്. ഫസ്റ്റ് നമ്മുടെ ഫീറ്റ് സൈസ് എടുത്ത് അതിൻ്റെ ബേസ് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത ചെരുപ്പിൻ്റെ സ്ട്രാപ്സ് എല്ലാം ഒന്ന് ടൈറ്റാക്കി. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഗ്ലൂ അത് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്തു. പിന്നെ ഐ തിങ്ക് ഈ ബേസ് നമ്മൾ സെലക്ട് ചെയ്ത ഫുട്വെയറിനോട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു. അപ്പം ആ ബേസ് വന്നിട്ട് മെറ്റീരിയൽ എന്താണെന്നും എനിക്ക് കണ്ടിട്ടും ഒന്നും മനസ്സിലായില്ല. സോ ബേസിക്കലി അതെടുത്ത് അതിനോട് എനിക്കൊന്ന് സ്റ്റിക്ക് ചെയ്യുന്ന ഒരു പോർഷൻ കുറച്ചൊന്ന് റഫ് ആക്കുകയാണ് ഈ ചെയ്യുന്നത്. അത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് ഉള്ളൊരു ഒരു മെറ്റീരിയലായിരുന്നു. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഫുട്വെയർസ് എടുത്ത് അതിൻ്റെ ബേസിലും ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഗ്ലൂ യൂസ് ചെയ്ത് ഗ്ലൂ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഫുട്വെയറിന് മാത്രമല്ല ഈ ഫുട്വെയറിനോട് അറ്റാച്ച് ചെയ്യാനുള്ള ബേസിൻ്റെ മുകളിലും നല്ലോണം ഈ ഗ്ലൂ യൂസ് ചെയ്ത് ഈ ഗ്ലൂ അങ്ങ് സ്പ്രെഡ് ചെയ്തു. ആൻഡ് അവിടെ നിരന്നിരിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ചെരുപ്പുകളാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ബേസിനോട് അറ്റാച്ച് ചെയ്ത് പുള്ളി അന്നേരം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ നേരം നമ്മളോട് കാര്യങ്ങൾ പറയുകയും ഇതെന്താ ചെയ്യേണ്ടതെന്നും ഈ ചെരുപ്പ് നമുക്ക് എങ്ങനെ ഫോർ എ ലോങ് ലൈഫ് എങ്ങനെ യൂസ് ചെയ്താലാണ് നല്ലതെന്നും എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പുള്ളിയുടെ കടയിനെ പറ്റിയും പുള്ളിക്ക് വരുന്ന ഓർഡേഴ്സിനെ പറ്റിയും പിന്നെ വെറൈറ്റി ഓഫ് സ്ലിപ്പേഴ്സിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ബേസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഫുട്വെയറിനോട് അറ്റാച്ച് ചെയ്തു. എനിക്കൊന്ന് ആ ഒരു ഗമ്മൊന്ന് പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു വെയിറ്റുള്ള സാധനം വെച്ച് അങ്ങനെ തട്ടുന്നത്. ഈ എൻറ്റയർ പ്രോസസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ഈ കാണുന്നതാണ്. ഇത് വന്നിട്ട് ആ ബേസിൽ എക്സ്ട്രാ ഇരിക്കുന്ന സാധനം നമ്മുടെ ഫുട്വെയറിൻ്റെ സൈസിനോട് കറക്റ്റായിട്ട് ആ എക്സ്ട്രാസ് റിമൂവ് ചെയ്യുന്നതായിരുന്നു. അയ്യോ, നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന സാറ്റിസ്ഫൈങ് വീഡിയോസ് പോലെ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു ഈ ഒരു പ്രോസസ്സാണ്. ഞാനിരുന്ന എല്ലാ ചെരുപ്പിലും പുള്ളി ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഫൈനൽ ടച്ചപ്പ് ആൻഡ് ഫൈനലി
പുള്ളി ചെരുപ്പിലുള്ള എല്ലാ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ നമ്മളത് വാങ്ങിച്ചു. ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് ഫൺ വാച്ചിങ് ദിസ് എൻറ്റയർ പ്രോസസ്സ്. അങ്ങനെ നമ്മളൊരു ഉച്ചയോടെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളങ്ങനെ പോണ്ടിച്ചേരിയോട് ടാറ്റ ബൈ പറഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർക്കുള്ള ജേർണി നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഗൈസ് നമ്മുടെ പോണ്ടിച്ചേരി വ്ളോഗ് ഓൾമോസ്റ്റ് കമ്മിങ് ടു എൻ എൻഡ് ആണ്. നല്ല വെയില്, വെരി ഹോട്ട്. വി ഗോട്ട് ഇൻ ടു ദ കാർ. ഇപ്പം പറഞ്ഞാൽ നമ്മൾ ചെരുപ്പ് കണ്ടു വാങ്ങിച്ചു. ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് ഓർത്തെ ഒന്നും നമ്മുടെ വൈബിന് സെറ്റായില്ല. അല്ല, പക്ഷെ ക്ലോത്ത്സ് വി നെവർ ചെക്ക് ഇങ്ങനത്തെ ഒക്കെ എത്ര പ്രൈസാണ്. 400 തൊട്ട് സ്റ്റാർട്ടിങ് ഒക്കെ കൊണ്ടുവന്നു. നമുക്ക് പക്ഷെ സെറ്റായില്ല. ട്രിപ്പ് വൈകിട്ടാണ് കഴിഞ്ഞു. ബഡ്ജറ്റ് ട്രിപ്പ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഫുഡടിച്ച് ബഡ്ജറ്റ് ഒക്കെ ഇതിലേ പോയി. അപ്പൊ ഒരു ബഡ്ജറ്റ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതെ, ബാക്കിയൊന്നും വലിയ ബഡ്ജറ്റ് ആയിട്ടില്ല ഓണസ്റ്റ്ലി. അപ്പൊ we came for a relaxing trip, I think, which we had. എങ്ങനെ ഇരിക്കണം? Except the beach experience is what you want to say. ബൈക്ക് വേറൊന്നല്ല ഗൈസ്. ബൈക്ക് നമ്മൾ നൈസായിട്ടൊന്നും പറ്റിച്ചു. നമ്മളെടുത്ത ബൈക്ക് 1 ഡേക്ക് അവർ 400 പറഞ്ഞു. നമുക്ക് മോർണിംഗ് 7 o'clock ആണ് കിട്ടിയത്. നമ്മൾ ബാംഗ്ലൂർ പെട്രോൾ അടിക്കുന്ന പോലെ ഇവിടെ പെട്രോൾ അടിച്ച് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അങ്ങനെ അടിച്ച് നിറച്ച് കൊടുത്തു അവർക്ക്. പുള്ളിക്ക് ലാഭം. നമ്മൾ വൈകുന്നേരം തിരിച്ചെത്തി. വി ആസ്ക്ഡ് ഹിം ഇഫ് വി ക്യാൻ യൂസ് ദ ബൈക്ക് ഫോർ അനദർ 1 hour, 1.5 hour, and he said no. 1.5 hour കൂടി. He wanted us to give the bike back at 5 o'clock. And then I asked him what is this count like, what usually is at least 12 hours went. He's like 12 hours on the taram pattathilla. And he was not like being nice and all, very arrogant, very road like adalum taram pattathilla venange eduthu but rendu ദിവസത്തെ പൈസ തന്നേക്കണം, you know, that crap. Like, I don't want your second bike, I don't want your second day, keep the bike to yourself. അങ്ങനെ അപ്പോൾ പോണ്ടിച്ചേരി വരുന്നവര് ബൈക്ക് റെന്റൽസിന് എടുക്കുന്നുള്ളവര് നേരത്തെ കൂട്ടി ചോദിക്കുക, അന്വേഷിക്കുക. Yeah, get the timings clear. Yeah. If they say 12 hours, from when is it 12 hours? When to when do you count? Yeah. So അത് and പെട്രോൾ അടിക്കുമ്പോൾ നോക്കി കണ്ടും പെട്രോൾ അടിക്കുക. 100 കിലോ അടിച്ചാൽ മതി. Then if you are inside the city, you use a petrol bunk, fill it like for 100-200 rupees. That's it. Yeah. Outside the city, usually they charge more. Double അല്ല, almost ഒരു 30 rupeesന് close. Yeah, they charge 120 rupees outside city. അതായത് സോ നമ്മൾ നിന്നത് ഓറോവില്ലാണ്. ഓറോവിൽ ഏരിയയിൽ പെട്രോൾ ബങ്ക്സ് ഇല്ല. അപ്പോൾ നമ്മൾ ഓറോവില്ലിൽ നിന്നാണ് വണ്ടി എടുത്തത്. സോ പോണ്ടിച്ചേരി സിറ്റി എത്തുന്ന വരെയുള്ള പെട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയത്. സോ അവിടെ ഫില്ലിംഗ് സ്റ്റേഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻ ആൻഡ് അറൗണ്ട് ഈ കടകളിൽ കുപ്പിയിൽ വെച്ചേക്കുന്ന പെട്രോളായിരുന്നു നമ്മൾ മീൻസ് അത് വേണമായിരുന്നു നമ്മൾ എടുക്കാൻ. സോ പുറത്തിട്ട് 95 96 98 സോ 98 rupees ആണ് പുറത്ത് നമുക്ക്. സോ ഇവർ നമ്മളെ ചാർജ് ചെയ്ത 120 rupees ആണ്. സോ ലൈക്ക് 22 rupees കൂടുതലാണ് വാങ്ങിച്ചത്. സോ അവിടെ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് തരാം. പിന്നെ നമ്മൾ പോണ്ടിച്ചേരി എത്തിയിട്ടും വി ഫിൽഡ് പെട്രോൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സുബി ബാംഗ്ലൂർ പെട്രോൾ അടിക്കുന്ന പോലെ പെട്രോൾ അടിച്ചു ഗൈസ്. അങ്ങനെ പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഐ ഫീൽ പോണ്ടിച്ചേരി സിറ്റി ഈസ് വെരി സ്മോൾ, എവറിത്തിങ് ഈസ് വെരി ക്ലോസ് ബൈ. നമ്മൾ കുറേ ദൂരം കുറേ പോകാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കുറേ പെട്രോളൊന്നും ചിലവാകത്തില്ല. പിന്നെ സിറ്റിക്കകത്ത് ഇഷ്ടംമാതിരി ഫില്ലിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇച്ചിരി കുറഞ്ഞ് നമുക്ക് അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി ഫില്ല് ചെയ്യാം. ഓൺലി ഇഫ് യു ഗോയിങ് ഔട്ട്സൈഡ് ലൈക്ക് ഓറോവിൽ ഏരിയയിലോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒന്നിച്ചിരി നോക്കി ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ പെട്രോൾ കുറച്ച് ഫില്ല് ചെയ്യാം അങ്ങനെ. സോ ദാറ്റ് വാസ് അബൌട്ട് അവർ ബൈക്ക്. നമുക്കത് ഉണ്ടായിരുന്നുള്ള ഒരു നെഗറ്റീവ്. ബീച്ച് സുബി പറയുന്ന നെഗറ്റീവ് ആരും മൈൻഡ് ആക്കണ്ട. അത് മണ്ണ് കയറുന്ന ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നത് ബീച്ചേ മണ്ണും വെള്ളമാണ്. ഉപ്പ് വെള്ളം ആൻഡ് സാൻഡ് ഈസ് വാട്ട് ബീച്ച് ഈസ് ഓൾ അബൌട്ട്. സോ ഐ ആം സോറി, ഐ കനോട്ട് agree with you on that. Otherwise, I think it was a very nice experience. If you want a quick getaway for our people from Chennai, Kerala, Bangalore, Hyderabad also, ഒരു ക്വിക്ക് ഗെറ്റ് അവേ, ഒരു ചിൽ വൈബ്സ്, കുറച്ച് നല്ല ഫുഡ്, ബീച്ച് ഇല്ലാത്തവർ, ഇങ്ങനെയൊക്കെ ഒരു ബേസിക്കലി മൈ ബാംഗ്ലൂർ ഫോക്സ്, ബീച്ച് ഇല്ലാത്ത ഫോക്സ്
ഒരു ക്വിക്ക് ഗെറ്റ് അവേ റിലാക്സ് ചിൽ വൈബ്സ് ആണെങ്കിൽ നമുക്ക് റൂംസ് വെയർ ഓൾസോ പ്രിറ്റി ഗുഡ്. നമുക്ക് നല്ല റൂമാണ് കിട്ടിയത്. ഇറ്റ് വാസ് ക്ലീൻ, നീറ്റ് ആൻഡ് എവറിത്തിങ് ഫോർ ലൈക്ക് 1500 നൈറ്റ്, വിച്ച് വാസ് ഫെയർ ഇനഫ്. ഓറോവില്ലാണ്, പോണ്ടിച്ചേരി സിറ്റിക്കകത്തല്ല. വി ഗോട്ട് ഇറ്റ് ക്ലോസ് ടു ഓറോവിൽ. സോ ഐ തിങ്ക് ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. അപ്പം ക്വിക്ക് ഗെറ്റ് അവേ വേണ്ടവർക്ക് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. സോ ബി ഹൗ മച്ച് വുഡ് യു റേറ്റ് ഓൺ 10? The entire Pondicherry. Yeah. 7. 8. It's a quick getaway. നമുക്ക് കുറേ ദൂരമൊന്നും അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള പ്ലാനിങ്ങിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലേ? You have got solid money, like സോളിഡ് മണി. I mean, I'm trying to say that you've got good money to spend. Then you can visit all these fancy Restaurants. restaurants, Yeah. things like that. But yeah, eateries are there. But budgetlo I think you can travel. ഇല്ല You can. I'm not saying you cannot, but there are certain constraints. Like you should get lucky to find good people that you can trust on Yeah. with regards to